ഭാഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്. ഇതാ ദൈവം നിനക്കത് അനുഗ്രഹമായി മടക്കി തരും. അനുഗ്രഹമായി മടക്കി തരും. ദാവീദ് രാജാവ് മെഫീബോശത്തിനോട് പറയുക, ഇനി നീ അങ്ങ് മാഹീറിന്റെ വീട്ടിലൊന്നും പോകണ്ട, നീയും കൂടെ ഉള്ളവര് ജീവിതകാലം മുഴുവൻ കൊട്ടാരത്തിൽ എന്റെ ഒപ്പം ഭക്ഷണം കഴിച്ച മതിയെന്ന്. ഇത് കേട്ടപ്പോൾ മെഫീബോശത്ത് ഉറക്കെ പറഞ്ഞു, യജമാനനെ, രാജാവേ, ചത്ത നായിക്ക് തുല്യനായ എന്നോട് ഇത്രയും കരുണ കാണിക്കാൻ തയ്യാറായല്ലോ. ദൈവം എത്ര വലിയവനാണ്. സാഹചര്യങ്ങളെ നോക്കാതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ നിൽക്കുന്ന നിങ്ങളോട് ചിലര് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ഒന്നും ആകാൻ പറ്റത്തില്ലെന്ന്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിനക്ക് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ലെന്ന്? നിനക്ക് ഇത്രയും പ്രായമായി, അതുകൊണ്ട് ഇനി നിനക്ക് നല്ല ഭാവിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ചിലതൊക്കെ മടക്കി തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നന്മകൾ ദൈവം തിരിച്ചു തരും. സകലകാലം ഒറ്റപ്പെട്ട് അവഗണിക്കപ്പെട്ട് 5 വയസ്സുള്ളപ്പോൾ തൊട്ട് കാലും മുടന്തുള്ള മെഫീബോശത്തിനെ ദൈവം ഉയർത്തിയെങ്കിൽ ദൈവം എന്നെയും ഉയർത്തും, നിങ്ങളെയും ഉയർത്തും. 2 കരങ്ങളും ഉയർത്തി പിടിച്ച് ശബ്ദമുയർത്തി ആദരം തുറന്ന് എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് തടിച്ചെന്ന് പാടാം. എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുവോ? അർത്ഥം പറഞ്ഞത് പാടി. എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുവോ? ഉള്ളകരത്തിൽ എന്നെ ഭാവിച്ചു എന്നും നടത്തിടുന്നതയിൽ ചേർത്ത് പിടിച്ചോ.